ഇന്ത്യ ഭീകരവാദത്തിനെതിരെ മാത്രമാണ് അറ്റാക്ക് ചെയ്തത്. പിന്നെ ഒരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഭീകരവാദത്തിന് തടയാൻ വേണ്ടി നമ്മൾ ആക്ഷൻ എടുത്തപ്പോൾ അതിന് മിലിറ്ററി സപ്പോർട്ട് പാകിസ്ഥാൻ കൊടുത്ത കാരണം അവർക്ക് നമ്മൾ ആക്രമിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയെന്ന് വരുത്തേണ്ട ആവശ്യം വന്നു. അതല്ലാതെ ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകരുതെന്നുള്ള പ്രത്യേക ശ്രദ്ധ കാരണമാണ് നമ്മൾ പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങി നിന്നത്. പിന്നെ ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷവും അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളൊരു യുദ്ധമായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിലേക്ക് പോകും. യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾനാശം മാത്രമല്ല, ധാരാളം നമുക്ക് സാമ്പത്തികമായിട്ടും ഇൻസ്റ്റലേഷൻ്റെ നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും. മാത്രം ഒരു ഭീകരാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സംയമനം പാലിച്ചു. ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിക്കും അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളെ നേരിടുമ്പോൾ ഏറ്റവും വേഗത കൂടിയ അറ്റാക്ക് എയർ അറ്റാക്കാണ്. അതുകൊണ്ടാണ് നേരെ മറിച്ച് ഒരു ആർമിയുടെ മുന്നോട്ടുള്ള ഗതി എന്ന് പറയുമ്പോൾ അതിന് കുറേ സപ്പോർട്ടുകളും മറ്റും ആവശ്യമുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ശാസ്ത്രം ധാരാളം പുരോഗമിച്ചുമ്പോൾ മിസൈലുകളാണ് ധാരാളം ഉപയോഗിക്കുന്നത്. അത് വായുസേനയുടെ കൺട്രോളിലാണ് മിസൈലുകൾ. പിന്നെ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നു, അതും വായുസേനയുടെ കൺട്രോളിലാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വ്യോമ മാർഗത്തിൽ കൂടെയുള്ള അറ്റാക്ക് ആവുന്നത്. അതുകൊണ്ടാണ് 1971 യുദ്ധത്തിൽ നമ്മൾക്ക് ധാരാളം വിമാനങ്ങളും പൈലറ്റുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. കാരണം അന്ന് നമ്മൾ ബോംബിംഗ് അറ്റാക്ക് നടത്തുമ്പോൾ അതിന് വിമാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മിസൈലുകളാണ്. അന്നത്തേക്കാൾ എത്രയോ പുതിയ മിസൈലുകളുണ്ട്. അപ്പം മിസൈൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഭാരം മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും ഡ്രോണുകളാകുമ്പോഴും ഈ ആൾനാശം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. മുമ്പാണെങ്കിൽ പൈലറ്റുകൾക്ക് ധാരാളം ആപത്തുകൾ സംഭവിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് മിസൈൽ അറ്റാക്കുകളാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ബോംബിംഗ് വളരെ കുറവാണ്. മിസൈൽ അറ്റാക്കുകൾ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് S-400 എന്നുള്ള മിസൈൽ പ്രതിരോധം ഉണ്ട്. അത് കാരണം ധാരാളം മിസൈലുകൾ വന്ന് പതിക്കുന്നില്ല. പിന്നെ ബോംബിംഗ് പണ്ടത്തെ പോലെയല്ല, വളരെ കുറവാണ്. വെറും ആൾ ഇല്ലാത്ത വിമാനങ്ങൾ മാത്രമാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. മുമ്പ് നമ്മൾക്ക് നേരിട്ട് പോയി ഒരു ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ ഒരു സൈനിക താവളമോ ആക്രമിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മിസൈലുകൾക്ക് ധാരാളം റേഞ്ചുള്ള കാരണം അതിർത്തി കടക്കാതെ തന്നെ നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഏത് പൊസിഷനിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും. വളരെ പ്രിസിഷൻ അറ്റാക്കിന് കഴിയുന്ന മിസൈലുകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഏത് യുദ്ധം വന്നു കഴിഞ്ഞാലും നാശനഷ്ടങ്ങൾ വരുമെങ്കിലും വ്യക്തികൾക്ക് നാശം കുറവായിരിക്കും.